ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 63-ാം സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ യാത്രയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനെ വജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കും. ബാബേൽ നദിയുടെ തീരത്തിരുന്ന വിലപിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ വിലാപത്തെ നൃത്തമാക്കിയവനും ഞങ്ങൾക്കിനി ഒരു ശുഭകാലം ഉണ്ടാകുകയില്ല എന്ന് കരുതിയ ദൈവജനത്തിൻ്റെ വായിൽ ചിരിയും അധരത്തിൽ ഉല്ലാസഘോഷവും നിറച്ചവനും അടിമത്വത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും വേദന അനുഭവിച്ച് ജനത്തിൻ്റെ ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമാക്കിയും മാറ്റിയവനും മുന്തിരിത്തോട്ടത്തിൽ പാട്ട് നഷ്ടപ്പെട്ട് തപ്പുകളുടെ താളവും കിന്നരത്തിൻ്റെ ആനന്ദവും നഷ്ടപ്പെട്ട ജനത്തിന് പ്രത്യാശയുടെ ഗീതം നൽകിയവനുമായ ദൈവമേ, അവിടുന്ന് നിൻ്റെ മക്കളായ ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയണമേ. നീറുന്ന മനസ്സുമായി തകർന്ന ഹൃദയവുമായി സജലങ്ങളായുള്ള മിഴികളോടുകൂടെ ഉള്ളിലെ സങ്കടങ്ങളെ കടിച്ചമർത്തി വേദനയോടെ ഇരിക്കുന്ന നിൻ്റെ മക്കളുടെ വിഷയത്തിൻ്റെ മേൽ അവിടുത്തെ തേജസ്സിൻ്റെ കരം വെച്ച് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കാണാതെ പോകുന്ന ഞങ്ങളുടെ കണ്ണുനീര് കാണുന്ന ദൈവമേ, വിഷാദിച്ചും വിലപിച്ചും വിങ്ങുന്ന നിൻ്റെ മക്കളോട് കരുണയുണ്ടാവണമേ. അവസാനത്തെ സ്നേഹിതനും കൈയൊഴിയുമ്പോൾ ചേർത്ത് പിടിക്കുന്നവൻ ഞങ്ങളുടെ കർത്താവായിരിക്കാൽ സ്തോത്രം. ഉറ്റുകൊടുക്കുന്നവരും ഒറ്റപ്പെടുത്തലും ഉറ്റവരാൽ അനുഭവിച്ച കർത്താവേ, തള്ളപ്പെട്ടവൻ്റെയും തഴയപ്പെട്ടവൻ്റെയും സാരമില്ല എന്ന് പറയാൻ ഒരു സഖിയില്ലാത്തവൻ്റെയും വേദന അറിയുന്നത് കൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. വചനമയച്ച് സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ. നിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. യേശു രക്ഷകൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 63-ാം സങ്കീർത്തനം ദാവീദ് യഹൂദ മരുഭൂമിയിൽ വെച്ച് ചമച്ച സങ്കീർത്തനമാണ്. മരുഭൂമിയുടെ ദുർഘടമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ വേദനയുടെ അനുഭവങ്ങളെ ദൈവകൃപയോടെ എങ്ങനെ സംതൃപ്തിയുടെ അനുഭവമാക്കി മാറ്റാം എന്ന് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നു. മരുഭൂമി ഒരു ഭൂമിശാസ്ത്രപരമായ ഇടമായിട്ട് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഏകാന്തതയും നിസ്സഹായതയുടെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവമായി നാം ചിത്രീകരിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളെ എങ്ങനെ സന്തോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റാം എന്ന് ഈ സങ്കീർത്തനത്തിൽ നാം പഠിക്കുന്നു. ഒന്നാമതായിട്ട് ദാവീദ് മരുഭൂമിയെ ആരാധനയുടെ ഇടമാക്കി. 1-ാം വാക്യം തന്നെ ആരംഭിക്കുന്നത് ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. പഴിച്ചും പഴിചാരിയും പരിതപിച്ചും അടുത്ത ജീവിതവുമായി കഴിയാമായിരുന്ന ദാവീദ് മരുഭൂമിയിൽ പാട്ട് രചിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിത സാഹചര്യങ്ങളെ പഴിക്കാതെ പ്രതിസന്ധികളെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സാധ്യതകളാക്കി മാറ്റുന്നവരാണ് ദൈവമക്കൾ. ഒരാൾ പറഞ്ഞത് ഇപ്പോൾ ഓർക്കുന്നു. ചില ആഴ്ചകൾ രോഗാവസ്ഥയിൽ വിശ്രമിക്കേണ്ടി വന്നപ്പോൾ ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുവാൻ അവസരം ലഭിച്ചു. അത് എനിക്ക് ശക്തി പകർന്നു, സൗഖ്യം നൽകി, പുതു അനുഭവം പകർന്നു തന്നു. കഷ്ടത എനിക്ക് ഗുണമായി എന്ന് പറയത്തക്ക വിധത്തിൽ കഷ്ടതയെ കൃപയുടെ നാളുകളാക്കി മാറ്റുന്നവരാണ് ദൈവമക്കൾ. ചൂടേറിയ മരുഭൂ യാത്രയിൽ ഹാഗാറിൻ്റെ പൈതലിൻ്റെ കരച്ചിൽ കേട്ടവൻ നമ്മോട് കൂടെയുണ്ട്. കഷ്ടതയിൽ പാടുവാൻ ദൈവമേ കൃപ തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ദാവീദ് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. മരുഭൂമിയിൽ താൻ അനുഭവിക്കുന്നതും അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ പ്രശ്നങ്ങളെയല്ല ദാവീദ് കണ്ടത്. ശത്രുവിൻ്റെ സൈന്യത്തെയും ശക്തിയെയുമല്ല ദാവീദ് കണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ ബലവും മഹത്വവും അവൻ കണ്ടു. 2-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിൻ്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളുടെയും വലിപ്പമല്ല നാം കാണേണ്ടത്, മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ വലിപ്പം കാണണം. അവൻ വലിയവനായ ദൈവമാണ്. മൂന്നാമതായിട്ട് ദാവീദ് മരുഭൂമിയുടെ രാത്രികളിൽ ദൈവത്തെ ധ്യാനിക്കുന്നു.
നാം ഇപ്പോൾ വായിച്ചതായിട്ടുള്ള 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ദാവീദ് തന്നെ പഴിച്ചവരെയും പകച്ചവരെയും കുറിച്ചും അവരുടെ ചെയ്തികളെയുമല്ല ഓർത്തത്, മറിച്ച് ദൈവത്തെ ധ്യാനിക്കുന്നു, അവൻ്റെ വചനത്തെ ധ്യാനിക്കുന്നു. നമ്മെ വേദനപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്നതായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതോർത്ത് മനസ്സ് അസ്വസ്ഥപ്പെടുത്തുവാനല്ല, മറിച്ച് ദൈവത്തെയും അവൻ്റെ വചനത്തെയും നാം ധ്യാനിക്കണം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ്റെ വചനത്തിൽ സന്തോഷിച്ച രാപ്പകലത് ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇരമ്യാവ് 17-7-8 വാക്യങ്ങളിൽ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന് വെള്ളത്തിൻ്റെ അരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതെ, ചൂടേറിയ മരുഭൂയാത്രയിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെയും അവൻ്റെ വചനത്തെയും നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. ഞാൻ പൊന്നവേലു സാറ് ഇങ്ങനെ എഴുതി പാടി: എന്നേശു കർത്താവേ, എൻ ജീവദാതാവേ, നീ എന്നാശ്രയം ആകയാൽ എനിക്കെന്തു സൗഭാഗ്യം. നീ എന്നാശ്രയം ആകയാൽ എനിക്കെന്തു സൗഭാഗ്യം. ഈ ലോക ജീവിതത്തിൽ പരിക്ഷീണനായിടുമ്പോൾ പാവനാമ തേൻമൊഴികൾ ശക്തിയേകുന്നു. എൻ പാദ തന്നിൽ നിൻ വചനം ദീപമാകുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. താങ്ക് യു.